ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുത്താലോ. വളരെ സിമ്പിൾ ആയിട്ട് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തത്, അതായത് ചതച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വേവായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് തുറന്ന് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരികയും ചെയ്യും. ഉരുളക്കിഴങ്ങ് വലുതായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും വേവാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. See you soon next video. Thank you. Bye bye.